ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ റൂമിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തു വരുമ്പം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഇത് പണ്ട് നമ്മുടെ റിലേഷനായ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൈമാറുമായിരുന്നു. ഇത് മേഘ എനിക്ക് തന്നത് നോക്കിയുടെ പരസ്യത്തിലെ കൈ. ഭാവിയിൽ തൂലുവിന്റെ ബോയ്ഫ്രണ്ടിന് കൊടുക്കാന്ന് പറയുന്നു. ഡോണ്ട് ഓപ്പൺ വിത്ത് സ്വീറ്റ് സ്മൈൽ, പണ്ടത്തെ പരിപാടി. ഇത് മേഘ എനിക്ക് ആദ്യമായിട്ട് തന്ന ഡെയറി മിൽക്ക്. ഇത് കണ്ടിട്ടുണ്ടോ? അരിമണിയിൽ ഐ ലവ് യു എന്ന് എഴുതി കൊടുക്കുന്ന സാധനം. മേഘയുടെ വെഡിങ്ങിനിട്ട ഒരു വൈറ്റ് ഡ്രസ്സും കൂടി ഉണ്ട്. ഇതും ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ പറ, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് മേഘയും തൂലികയും ഒരാഴ്ച അവരുടെ വീട്ടിൽ പോയി നിൽക്കാൻ പോവാണ്. അടിയുണ്ടാക്കി പോയൊന്നുമല്ല, റീസൺ ഉണ്ട്. ഒന്ന്, ഇപ്പം നിലവിൽ വീട് വയ്ക്കാനായിട്ടുള്ള ഒരു സാമ്പത്തികം എനിക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ വീട് വയ്ക്കാൻ നമുക്ക്, പക്ഷേ അത് കടം മേടിച്ച് വയ്ക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യം. എന്നാലും ചെറിയ ചെറിയ ലോണുകളുണ്ട്. അപ്പം അതൊക്കെ ക്ലോസ് ചെയ്ത് സ്വസ്ഥമായിട്ട് വയ്ക്കാന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. എനിക്ക് ടെൻഷനായിട്ട് ജീവിക്കുന്നത് ഇഷ്ടമല്ല. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഇപ്പം നിലവിൽ എങ്ങനെ പോലെ ഒരു 2-3 വർഷം എൻ്റെ ഒരു ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് രണ്ട് വർഷത്തിന് എന്തായാലും വീട് വെക്കാൻ ഒരു പ്ലാൻ എനിക്കില്ല. ചിലപ്പം പറയാൻ പറ്റില്ല, മനുഷ്യൻ്റെ സാഹചര്യം എപ്പോഴും മാറാം. അങ്ങനെ മാറുകയാണെങ്കിൽ മാത്രം പെട്ടെന്ന് വയ്ക്കും. അല്ലാത്ത പക്ഷം ഇപ്പം ഞാൻ എന്തായാലും എൻ്റെ റൂം ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്തൊന്ന് ബ്യൂട്ടിഫുൾ ആക്കാൻ വിചാരിച്ചു. കാരണം നമ്മളിപ്പോൾ എവിടെയൊക്കെ പോയിട്ട് വന്നാലും നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ വന്നിരിക്കുമ്പം ആണല്ലോ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാകുന്നത്. അപ്പോൾ ആ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് റൂം ഒന്ന് അതങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് അതിൻ്റെ ഡിസൈനൊക്കെ ഞാൻ കണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് ഇന്ന് ഈ റൂമിൽ എല്ലാ സാധനങ്ങളും മാറ്റി മേഘേനെയും കൊണ്ട് വീട്ടിലാക്കിയതിന് ശേഷം ഞാനും ഇനി ഒരാഴ്ച കഴിഞ്ഞേ വീട്ടിലോട്ടുള്ളൂ. കാരണം എനിക്കിനിയിപ്പം ക്രിയേറ്റേഴ്സ് സ്ക്വാഡിൻ്റെ ഒരു ട്രൈ സീരീസ് മാച്ച് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പൊള്ളാച്ചി, തമിഴ്നാട്ടിൽ. കേരളം വിട്ടാണ് അടുത്ത മാച്ച്. പൊള്ളാച്ചിയിൽ പോയൊരു 3 മാച്ചുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കേട്ടോ കേരളം വിട്ട് പോയി ക്രിക്കറ്റ് കളിക്കുന്നേക്കാം. അപ്പം അതൊക്കെ ലൈഫിൽ പുതിയൊരു എക്സ്പീരിയൻസ് ഒക്കെയാണ്. പിന്നെ ഇപ്പുറത്ത് എനിക്ക് എൻ്റെ ഈ വീടിനോട് ചേർന്നതിനപ്പുറത്ത് താഴോട്ടൊരു വസ്തു ഉണ്ട് കേട്ടോ. അത് എൻ്റെ അച്ഛൻ റിട്ടയർഡ് ആയതിനു ശേഷം എനിക്ക് വേണ്ടി മേടിച്ചു തന്നതാണ്. അല്ലാതെ ഞാൻ മേടിച്ചൊന്നുമല്ല, അച്ഛൻ എനിക്ക് വേണ്ടി മേടിച്ചു തന്നു. അപ്പോൾ അവിടെ സർവേ എടുക്കണം, ലാൻഡ് സർവേ എടുക്കണം. ഈ സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഓരോ കാര്യങ്ങളും, അതായത് വീടിൻ്റെ കാര്യങ്ങളായിരുന്നാലും എല്ലാ കാര്യങ്ങളായിരുന്നാലും എൻ്റെ അച്ഛന് പിന്നെ വലിയച്ഛൻ അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിവും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ ഇന്നവർ എൻ്റെ വീട്ടിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി, അതായത് ഈ കോർപ്പറേഷനിൽ പോവുക, അല്ലെങ്കിൽ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ പോവുക, അതൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എല്ലാം എൻ്റെ അച്ഛനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ A to Z കാര്യം എനിക്ക് അറിയത്തില്ല. ഈ ലാൻഡ് സർവേ എന്താണെന്നോ അതിൻ്റെ എന്താണ് യൂസ് എന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇന്ന് അവിടെ സർവേ എടുക്കാനായിട്ട് ആള് വരും. ആള് വരുമ്പോൾ ഞാൻ അവരുടെ നിന്ന് ചോദിച്ച് അവർ പറഞ്ഞു തരുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതലും ഏറ്റവും എളുപ്പം. ബ്രോ, ഞാൻ ഈ സാധനം റോഡിൽ വളവിലൊക്കെയാണ് ഇത് കണ്ടിട്ടുള്ളത്, ഈ സർവേ. അപ്പോൾ ഞാൻ ഈ സ്ഥലത്തിൻ്റെ സർവേ എടുക്കാനാണ് വിളിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താണ് ലാൻഡ് സർവേ എന്ന് പറഞ്ഞ സംഭവം? ലാൻഡ് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ 2 ഇതുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു ഏരിയ സർവേ ആണെങ്കിൽ നമുക്ക് ഏരിയ മാത്രം അളന്നാൽ മതി, അതായത് ബൗണ്ടറീസ് മാത്രം മതി. ഇതിപ്പോൾ ചേട്ടൻ വീടോ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് ആർക്കിടെക്റ്റിനാണ് ഡ്രോയിങ് കൊടുക്കാനുള്ളതെങ്കിൽ നമുക്ക് എന്തായാലും ലെവൽസോട് ഉൾപ്പെടെയാണ് എടുക്കുന്നത്. അതായത് മണ്ണിന്റെ കട്ടിങ്ങും ഫില്ലിങ്ങും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ലെവൽസോട് ഉൾപ്പെടെയാണ് എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു ആർക്കിടെക്റ്റിന് കൊടുക്കാനുള്ള ഡ്രോയിങ് ബേസ് ആയതുകൊണ്ട് ഇപ്പൊ ലെവൽസോട് ഉൾപ്പെടെ എടുക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് GPS എന്ന് പറയുന്നത്. ഇത് സാറ്റലൈറ്റുമായിട്ട് കണക്ട് ആണത്. ഇത് ഡയറക്റ്റ് സാറ്റലൈറ്റ് കണക്ഷൻ ആണ്. നമുക്ക് ഇത് നമ്മുടെ ഇതിന്റെ ബേസ് എന്ന് പറയുന്ന സാധനം നമ്മൾ ഓഫീസിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതും കൊണ്ടൊരു 30 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് എവിടെ വേണം വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ കിട്ടുന്ന ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ ലെവലാണ്, ആക്യുറേറ്റ് സീ ലെവലാണ്. നമുക്കിപ്പോ ഇതിലിപ്പോ നമ്മളിപ്പോ ഈ ടോട്ടൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ഈ സാധനത്തിൽ തുടങ്ങിയ വർക്ക് ഒരു 100-ലായിരിക്കും നമ്മൾ ലെവൽ തരുന്നത്. പക്ഷെ ഇത് സീ ലെവലാണ്. ഇത് നമ്മൾ എപ്പോൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കടലിൽ നിന്ന് എത്ര പൊങ്ങി കിടക്കണമെന്ന് അറിയാൻ പറ്റും. ഇവിടുത്തെ ജലനിരപ്പ് കടലിൽ നിന്ന് എത്രയാണ് പൊങ്ങി കിടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള സാധനമാണ് ഇത്. ഇത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് മറ്റേ എയർപോർട്ട് NOC കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അതായത് എയർപോർട്ടിന് അടുത്തൊക്കെ വീടുകളൊക്കെ വരുമ്പോഴേ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി. ഇന്ന് എല്ലാം റൂം ശൂന്യമാക്കണം. നിങ്ങളടുത്ത് എന്തൊക്കെ പറയാനുണ്ട്? 2 സെക്കൻഡ് പറഞ്ഞു കഴിഞ്ഞോ? എല്ലാവർക്കും നന്ദിയുണ്ട് തുലുമേനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ. എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാവർക്കും നമ്മളെ പോലെ സ്നേഹിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരാളുടെ കമന്റ് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം അവരെ വീട്ടിലെ ഒരു മോളെ പോലെ തന്നെയാണ് എല്ലാവരും കാണുന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്.
പുറത്തിറങ്ങിയ തൂലുമാന്ന് പറഞ്ഞ് ചുറ്റും ആൾക്കാര് നമ്മുടെ അല്ല അതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. കാരണം സ്നേഹിക്കുന്നുണ്ടല്ലോ ആൾക്കാർ, അത് തന്നെ മനസ്സിൽ സന്തോഷമുണ്ട്. തൂലുമ്മയും കൂടി വന്നതിന് ശേഷം റൂമൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് വൃത്തിയാക്കി റെഡിയാക്കാന്ന് വിചാരിച്ചു. എല്ലാം സെറ്റാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇതിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞ ശേഷം എത്ര രൂപ ചെലവായെന്നും എന്തൊക്കെയാണ് കാര്യങ്ങൾ നമ്മൾ ചെയ്തതെന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഒരാഴ്ചത്തെ പണിയുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ റൂമിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്തു വരുമ്പം എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. എന്തായാലും അവർ ഡിസൈൻ ചെയ്ത് 3D ചെയ്ത് തന്നതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരു ഹോട്ടലിലൊക്കെ പോയി എങ്ങനെ ഉണ്ടാവും റൂം എടുത്താൽ, അതുപോലെയൊക്കെ അത്യാവശ്യം ഈ ഒരു എൻ്റെ റൂം ഭയങ്കര കൺജസ്റ്റഡാണ്. അപ്പോൾ എനിക്കൊരു വീട് വയ്ക്കുകയാണെങ്കിൽ പോലും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നല്ല മുറ്റമുള്ള ഒരു വീട് വയ്ക്കുന്നത്. കാരണം എൻ്റെ ഇപ്പോഴുള്ള വീട്ടിൽ മുറ്റം കുറവാണ്. കാറ് മുകളിൽ നമ്മളെ ഷെഡിലാണ് സംഭവം വച്ചേക്കുന്നത്. എൻ്റെ ഡ്രീം ഹോം എന്ന് പറയുന്നത് നല്ല മുറ്റം, ഫ്രണ്ടിൽ ഗാർഡൻ, അവിടെ ഇരിക്കാനായിട്ടൊരു നല്ലൊരു സ്പേസ് ഒക്കെ വെച്ചിട്ട് വൈകിട്ട് ചായ കുടിക്കാനായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ നമ്മളുടെ സാമ്പത്തികം വെച്ച് നമുക്ക് ഇപ്പോഴുള്ള നിലയിൽ നമുക്കിപ്പോൾ അത് വയ്ക്കാൻ പറ്റില്ല. നാളെപ്പോഴൊക്കെ വെക്കാം, അതൊക്കെ ആഗ്രഹമാണല്ലോ. പിന്നെ ഇപ്പോൾ ഉള്ള അവിടുത്തെ സ്ഥലം ഞാൻ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ തൂലുമ്മയ്ക്ക് എങ്ങനത്തെ ആഗ്രഹം? തൂലുമ്മയ്ക്ക് പുതിയ മുറി വേണം, എന്നെ കൂടെ കാണിക്കാൻ വേണ്ടി കാണിച്ചു. ഇപ്പോഴുള്ളതും എനിക്ക് തോന്നുന്നു ഇതേ സെയിം, അതായത് 2.25 സെന്റാണ് താഴെയുള്ള സ്ഥലം. അപ്പോൾ അവിടെ അധികം മുറ്റം നമുക്ക് കാണൂല. അപ്പോൾ നമ്മൾ ഉള്ള ഇടം വീട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും കൺജസ്റ്റഡ് ആവാതെ നല്ല സ്പേസ് വേണം എല്ലാത്തിനും. ഇപ്പോൾ റൂം ആയിരുന്നാലും ഭയങ്കര നല്ല സ്പേസ് വേണം, ഹോളായിരുന്നാലും നല്ല സ്പേസ് വേണം. അപ്പോൾ എല്ലാത്തിനും നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു റൂമാണ്. പക്ഷേ വീടാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ ഉള്ള സ്ഥലം വെച്ചിട്ട് എൻ്റെ ഡ്രീം ഹോം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നല്ല മുറ്റമൊക്കെ വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ വഴി കൂടെ പോകുമ്പോൾ നല്ല മുറ്റം വന്നിട്ട് വീട് അങ്ങനെയൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ ഇങ്ങനെ എൻ്റെ ആഗ്രഹം. മേഘ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഒരു നില വീട് മാത്രം, പക്ഷെ എന്താണ് നല്ല തൂക്കാനും വൃത്തിയാക്കാനും എളുപ്പത്തിനല്ലേ? എനിക്ക് 3 നില 4 നില ഒരു നില വീട്ടില് നിനക്ക് നല്ല സ്പേസ് ഒക്കെ ആയിട്ടല്ലേ? അല്ല എനിക്ക് ഞാൻ പലപ്പോഴും നമ്മൾ റോഡിൽ കൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് ഓരോ വീട് കാണുമല്ലോ. കോട്ടയം സൈഡ്, കോട്ടയം, എനിക്ക് തോന്നുന്നു കോട്ടയത്തോടെ നമ്മൾ കോട്ടയത്തിൽ നിന്ന് നമ്മൾ ചെറിയ റോഡൊക്കെ കയറി വരുമ്പോഴത്തേക്ക് ഓരോ വീട് കാണും. എന്ത് അടിപൊളിയായിട്ടെന്നറിയാമോ ഈ ഫ്രണ്ട് മുറ്റമൊക്കെ വെച്ചിട്ട്. എനിക്ക് മുറ്റമുള്ള വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്കുള്ള വീടനുസരിച്ച് എനിക്ക് മുറ്റമില്ല. സോ എനിക്ക് അങ്ങനത്തെ ഒരു വീട് എന്തെങ്കിലുമൊക്കെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു ജീവിതത്തിൽ അത് വെക്കാൻ പറ്റും എന്നുള്ളൊരു നമുക്ക് ഫ്യൂച്ചറിൽ നോക്കാം. ഇപ്പം എന്തായാലും വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ തൊട്ട് താഴെ ആയിരിക്കും വയ്ക്കുന്നത്. അത് നല്ല അത്യാവശ്യം സെന്റ് കുറവാണ്, പക്ഷേ എങ്കിലും നല്ല സ്പേഷ്യസ് ആയിട്ട് ഞാൻ വയ്ക്കുള്ളത്. ഇവിടെ നിന്ന് ഇപ്പം നമ്മളെല്ലാം വൃത്തിയാക്കി ഇറങ്ങിയപ്പോഴേ, ഇത് പണ്ട് നമ്മൾ റിലേഷനായ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൈമാറുമായിരുന്നു. ഇത് മേഘ എനിക്ക് തന്നത് നോക്കിയുടെ പരസ്യത്തിലെ കൈ വയ്ക്കും. പക്ഷെ ഇതെല്ലാം നമുക്കിപ്പോ ഇന്റീരിയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ വയ്ക്കാൻ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ സ്പേസ് ഉണ്ട്. അപ്പൊ അവിടെ വയ്ക്കാം. ഇത് ഇത്രയും നാള് അവിടെ പൊടിയും പിടിച്ചിരിക്കുന്നു. ഭാവിയിൽ തൂലുന്റെ ബോയ് ഫ്രണ്ടിന് കൊടുക്കാന്ന് പറയുന്നു. ഇത് മേഘ എനിക്ക് തന്നെയാണ് കേട്ടോ. ഇത് ഞാൻ മേഘ, ഇത് ചേട്ടൻ എനിക്ക് തന്നതാണ്. അപ്പൊ അതും ഇത് ഞാൻ തന്നതാണ്. ഇത് ഞാൻ തന്നതാണ്. അപ്പോ ഇതൊക്കെ ഞാനും തരുള്ളൂ. വൺസ് അപ്പോൺ എ ടൈം ഞാൻ നല്ല വിശ്വാസിയായിരുന്നു. വൺസ് അപ്പോൺ എ ടൈം ആ സമയം ഞാൻ കുരിശുമലയൊക്കെ കയറിയിട്ട് കുരിശുമല പോയിട്ട് എന്ത് കൊണ്ടുവരണം നമ്മൾ ഈ വലിയ എന്ന് വെച്ചാൽ ഈ മറ്റേ തായ്ലൻഡ് ഒക്കെ വലിയ പോയിട്ടൊക്കെ വരണം എന്ത് കൊണ്ടുവരണം പറയില്ല. ആ സമയത്ത് കുരിശുമലയൊക്കെ എനിക്ക് ടൂറിസ്റ്റ് പ്ലേസ് പോലെയാണ്. അപ്പൊ വലിയ സംഭവം പോലെ പറഞ്ഞ കുരിശുമല പോയിട്ട് എന്തുകൊണ്ട് ഞാൻ ജവാല കൊണ്ടുവരാം. ഇത് എങ്ങനെ പോയാലും അത്ര നാൾ സൂക്ഷിച്ചില്ല എന്നുള്ളതാണ്. ഇതാണ് ഞാൻ ആദ്യമായിട്ട് മേടിച്ച എന്റെ ഐഫോണിന്റെ കവർ കേട്ടോ. 11 ആദ്യമായിട്ട് മേടിക്കുന്നത്. അതിപ്പോഴും യൂസിങ്ങിലാണ്. അതെ, ഞാൻ എന്റെ കൂട്ടുകാരന് കൊടുത്ത് അവൻ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ എൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ ഞാൻ അതങ്ങനെ സൂക്ഷിക്കാറില്ല. ഞാൻ അത് യൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും ഞാനത് കൊടുക്കാറുണ്ട്. അതുപോലെ കൊടുത്തതാണ്. കവർ മാത്രം എൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ബർത്ത്ഡേക്ക് ഇത് എത്ര ബർത്ത്ഡേയുടെ ഗ്രീറ്റിംഗ് കാർഡാ ഇത്? ഇത് മേക്ക് സ്കൂൾ ഫോട്ടോ സ്കൂൾ ഫോട്ടോ അതെ 20 തിങ്സ്. ഇത് ഞാൻ കൊടുത്തേണ് കാരണം എനിക്ക് അന്ന് ഇംഗ്ലീഷ് ഒന്നും വായിക്കാറുണ്ട്. അപ്പൊ ഒരുപാട് ഇംഗ്ലീഷ് ഉള്ളതുകൊണ്ട് ഞാൻ 20 things you do to 20 your love makes my heart beat. I'm crazy about you. എവിടെ ഇതൊക്കെ എവിടെ? അത് ഇതില് ഞാൻ എഴുതിയില്ലല്ലോ. ഇത് ഞാൻ കൊടുത്തേണ് മേക്ക്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാനാണ് കൊടുക്കുന്നത് മേക്ക് ഗ്രീറ്റിംഗ് കാർഡ്. അന്ന് ഇതൊക്കെ അല്ലേ നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ളൂ. ഇത് മേഘയുടെ സ്കൂൾ ജീവിതം. തൂലുമ കുറച്ച് വലുതാ. ഇതാണ് ഗ്രീൻ കേട്ടോ. മേഘ പച്ച കളർ ഇവിടെ ഇരിക്കുന്നു.
അപ്പൊ അത് വായിൽ ഇത് എന്തിട്ടാലും കൈ പോകും. കാലപ്പഴക്കം വന്ന ഒരുപാട് സാധനമുണ്ട് കേട്ടോ. ഞാൻ തുറന്ന ഇത് ഞാൻ കഷ്ടപ്പെട്ട് എത്ര ദിവസം എടുത്തിട്ട് ഉണ്ടാക്കണ സാധനം. ഇത് ഞാൻ കടയിൽ നിന്ന് 2 മിനിറ്റ് അല്ലെ കവർ കടയിൽ നിന്ന് വാങ്ങിച്ചേട്ടാ. ഇല്ല, കവർ ഞാൻ ഉണ്ടാക്കിയ ചാർട്ട് പേപ്പറിൽ. ഓ ഇത് പഠിച്ചില്ല ആ സമയം. 20th ഫെബ്രുവരി 2 വർഷത്തെ ആനിവേഴ്സറി. ഇതൊക്കെയാണ് ഞാൻ ക്രിയേറ്റിവിറ്റി കണ്ടിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് യൂട്യൂബ് നോക്കി ഉണ്ടാക്കി പഠിച്ചതാണ്. ആ വീട്ടുകാർ കാണാതെ അതെ, ഇതൊക്കെ ഫോട്ടോ. അപ്പൊ നമ്മളെ പണ്ടത്തെ ഫോട്ടോ ജ്യൂസ് ഇടയിലിടാം. അങ്ങനത്തെ കുറെ മേഖലയുടെ ഒരു തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി. ഇവിടെ ഫുള്ള് ക്രിയേറ്റിവിറ്റിയാണ്. തൊടാക്കൂലോ, തൊട്ടാ പൊളിഞ്ഞു പോയാലോ. ഇത് തുറക്കാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ അകത്തൊക്കെ ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. തൂലുമ കുറച്ചുകൂടി വലുതായിട്ടേ ഇത് കാണിച്ചിട്ട് അമ്മ ഇജാതി ക്രിഞ്ചാണെന്ന് എനിക്ക് അച്ഛന്. ഓപ്പൺ വിത്ത് സ്വീറ്റ് സ്മൈൽ പണ്ടത്തെ പരിപാടി. അത് ഞാൻ 5 പൈസ ചെലവില്ലാത്ത പരിപാടിയുള്ളൂ. കാരണം ഇതൊന്നും എന്മാരെ എഴുതാൻ അറിഞ്ഞൂടാ. ബാക്കിയുള്ള വരെ യൂട്യൂബിൽ കോപ്പി അടിച്ചാണ് തരുന്നത്. അത്രേ ഉള്ളൂ. നമ്മൾ ഒരു എന്ത് കാര്യം ചെയ്യാൻ ഒരു ഹാർഡ് വർക്ക് വേണമെന്നാണ്. നീ ഹാർഡ് വർക്ക് ചെയ്തു, ഞാൻ സ്മാർട്ട് വർക്ക് ചെയ്തു. ഇത് ഞാനാണ്. ഇത് മേഘ. ഓപ്പൺ വിത്ത് അങ്ങനത്തെ കുറെ പരിപാടി. ഐ ലവ് യു. ഇതിപ്പോ വീട് വൃത്തിയാക്കിയോണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ട് ഞാൻ ഇത് ഏതോ ലെറ്റർ ആണെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞ ഈ 4 വർഷം കൊണ്ട് ഏട്ടനോട് ഒരുപാട് അടുത്ത് പോയി. ഇനി ഒരിക്കലും എനിക്ക് പോകാൻ പറ്റില്ല. അല്ലല്ല ഇത് കീച്ചനാണ് ഗൈസ്. ഇത് ഇങ്ങനെ ഒരു 10 വർഷത്തെ പഴക്കമുണ്ട്. അത് അതുപോലെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അല്ല പേര് എഴുതിട്ടുണ്ടോ? മേഘ. ഞാൻ കൊടുത്തിട്ടുണ്ട് മേഘ. സൂക്ഷിക്കരുത്. ഇത് പ്രൈസ് ടാഗ് ഉൾപ്പെടെ ഉണ്ട്. 8850 ലവ്. ഇത് ഞാൻ തന്നതാണ് തോന്നുന്നു. ലവ്. മേഘ എനിക്ക് എഴുതി തന്നിട്ടുള്ള ലവ് ലെറ്റേഴ്സ്. ഞാൻ വിചാരിച്ച് ഡ്രിമ്മറിന്റെ ബോക്സ് ഡ്രിമ്മർ. അല്ല, ഇത് പണ്ട് കമ്പ്യൂട്ടറിന്റെ ഇതിലാണ് സൂക്ഷിച്ചു വെച്ചിരുന്നത്. ഇത് മേഘ എനിക്ക് ആദ്യമായിട്ട് തന്ന ഡയറി മിൽക്ക്. ക്ലാസിക് ആയിട്ട് ചീത്തായി പോകില്ലല്ലോ. 2015 നമുക്ക് 7/2015 അന്ന് തന്നിട്ടുള്ള ലവ് കീച്ചൻ. അന്ന് കീച്ചനൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ളൂ. അത് പണിയൊന്നും ഇല്ലല്ലോ. ഇത് ഞാൻ തന്നത് ചേട്ടൻ. ഇത് കൊടുക്കുമ്പോൾ തന്നെ ഇവിടെ CBSE ആയി ഇതൊക്കെ. പക്ഷെ വാങ്ങിച്ചു. അതാണ് ഏറ്റവും വലിയ. ഇവിടെ ബർഗർ എന്നെങ്ങാനും പറയുന്നത് അന്ന് ഞാൻ ബ്രേക്കപ്പ് ചെയ്ത് പോയേനെ. പിന്നെ മേഘയുടെ വെഡിങ് ഡ്രസ്സ് ആയിരുന്നു റിസപ്ഷന്റെ ഡ്രസ്സ്. ഇതിന്റെ അകത്ത് എന്താ മേഘ? കല്യാണ ഡ്രസ്സാണെന്ന് തോന്നുന്നു. ആ അതെ കല്യാണ വെഡിങ് ഡ്രസ്സ്. ഒരു ഡ്രസ് നമ്മൾ കൊടുക്കും. പക്ഷെ നിങ്ങളൊക്കെ വെഡിങ് സാരി എവിടെയാ വയ്ക്കുന്നത് നിങ്ങള്? പക്ഷെ മേഘ ആരും അടിച്ചോണ്ട് പോകാതിരിക്കാൻ വേണ്ടി 10 രൂപയുടെ കവർ ഇട്ട് വെച്ചിട്ടുണ്ട. മന്ത്രകോടിയാ 30,000 രൂപ. കുഴപ്പമൊന്നുമില്ല. എന്ത് പ്രശ്നം? ഇതൊക്കെ മേഘയുടെ 10 രൂപയുടെ കവർ ഇട്ട് എല്ലാരും പൊന്നം പോലെ സൂക്ഷിക്കണം. സോ ഗൈസ്, ഇത് മേഘ അവളുടെ കല്യാണത്തിന്റെ നമ്മുടെ കല്യാണത്തിന്റെ റിസപ്ഷൻ ഇട്ട ലെഹങ്കയാണ്. ഒരു പിങ്ക് കളറാണ് സാധനം. ഇത് ഇവിടെ പ്രത്യേകിച്ച് ഇരുന്നിട്ട് ഈ ഒരു യൂസും ഇല്ല. ചുമ്മാ ഇരുന്ന് ചീത്തായി പോകുന്നല്ല, വേറെ യൂസ് ഇല്ല. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ് ഞാൻ ഇത് അവരുടെ അഡ്രസ്സിലോട്ട് അയച്ചു തരാം കേട്ടോ. തിരിച്ചൊന്നും തരുന്നും വേണ്ട, ഞാൻ ഇത് നിങ്ങൾക്ക് അയച്ചു തരാം. ഈ ഒരു കളറാണ്. പിന്നെ മേഘയുടെ തലേന്ന് കല്യാണത്തിന് ഇട്ടത് അത് ഒരാൾക്ക് കൊടുത്തു. ഇതാണ് സാധനം ലെഹങ്ക. ഇത് അഥവാ ഇത് അറിയണമെന്നുണ്ടെങ്കിൽ മേഘയുടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി നോക്കി അത് ഇതിന്റെ ഫോട്ടോ ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ചുമ്മാ ഇരുന്ന് ചീത്തായി പോകുന്നതിനെക്കാട്ടിൽ ആർക്കെങ്കിലും യൂസ് ആവട്ടെ ഈ സാധനം. ഇപ്പോഴാണ് വേറൊരു സാധനം കണ്ടത്. ഇത് എങ്ങനെ ഒരു 10 വർഷം വരെ ഇത് ഞാൻ യൂസ് ചെയ്തോണ്ടിരുന്ന ബാഗിലിട്ടിട്ട്. ഇത് കണ്ടിട്ടുണ്ടോ? അരിമണിയിൽ ഐ ലവ് യു എന്ന് എഴുതി കൊടുക്കുന്ന സാധനം. അതെ, ആറ്റിയൽ പൊങ്കാലിക്ക് പോകുമ്പോ അവിടെ നിന്ന് കിട്ടും ഈ സാധനം. ഫസ്റ്റ് ഞാൻ കൊടുത്ത കിച്ചനാണ് ഈ സാധനം. ബിജോയുടെ കാമുകിയുടെ ക്രിയേറ്റിവിറ്റി. ബിജോയുടെ കാമുകി എന്താ എഗ് ഇട്ടിട്ട് നമ്മളെ എക്സ്ട്രാ എഴുതുമല്ലോ. ഇത് 2 മുട്ട വരച്ച് വെച്ചേക്കണം. 2 എഗ് ഇട്ടിട്ട് അല്ലേ എക്സ്ട്രാ. അതാ ഒരു ക്രിയേറ്റിവിറ്റി. അതോടുകൂടി അവളും. പിന്നെ ഗൈസ്, മേഘയുടെ വെഡിങ്ങിനിട്ട ഒരു വൈറ്റ് ഡ്രസ്സും കൂടി ഉണ്ട്. ഇത് ഫ്രോക്കാണ്. ഫ്രോക്ക് ഇതാണ് സംഭവം. അപ്പോൾ ഇതും ആർക്കെങ്കിലും ഒക്കെ വേണമെങ്കിൽ പറ, ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അതെ, അയൺ ചെയ്താൽ മതി. കാരണം ഇവിടെ ചുമ്മാ ചീത്തായി പോകുന്നു. വേറെ പ്രത്യേകിച്ച് യൂസ് ഒന്നും ഇല്ല നമുക്ക്. പിന്നെ അങ്ങനെ ഡ്രസ്സ് കല്യാണ ഡ്രസ്സാണ്, അത് സൂക്ഷിച്ചാൽ മാത്രം എടുത്ത് വെക്കുന്നുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഗൈസ്, അങ്ങനെ ഏകദേശം ഇവിടെ ഉള്ള എല്ലാ സാധനം ഞാൻ എല്ലാം പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി കട്ടില് മാത്രമേ ഉള്ളൂ. കട്ടിലിന്റെ സംഭവം ഇതിന്റെ ഒരു അലാങ്കി ഉണ്ടായിരുന്നു. അലാങ്കി കാണാനില്ല. അത് ഊരണമെങ്കിൽ അലാങ്കി വേണം.
എന്നിട്ട് വേണം അത് പുറത്ത് വയ്ക്കാനായിട്ട്. അപ്പോൾ ബിജു അവസാനം കടയിൽ പോയി ഇതിന്റെ ഫോട്ടോ എടുത്തോണ്ട് പോയി വാങ്ങിച്ചാലാങ്കിൽ പുതിയ അലക്കി സെറ്റ് വാങ്ങി. പക്ഷേ വർക്കാവുള്ളൂ. ഞാനില്ല അതല്ല correct അല്ല. എന്ത് പടമെന്നറിയാൻ വയ്യ. സോ ഇപ്പോൾ ഇനി ഇതിന്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഏകദേശം ഒന്നരാഴ്ച എടുക്കുമെന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ അതുവരെ ഞാനും എന്തായാലും ഇവിടെ ഇല്ല, മേഘ ഇവിടെ ഇല്ല, തുലുമയില്ല, ആൻഡ് ബിജോയ് മാത്രം ഇവിടെ. ഞാൻ അയച്ച് ബിജോയ് തിരിഞ്ഞിരിക്കണതാടാ ഇത്ര കണ്ടപ്പോ. തിരിഞ്ഞാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എടുത്തിരിക്കുന്ന ബിജോയ് എന്താ നിക്കർ. ബിജോയ് ആണ് ഇവിടുത്തെ സൂപ്പർവൈസർ, ജോലിക്കാരെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിരിക്കുന്നുണ്ട്. ബിജോയ് പക്കേട്ട് ഫുൾ സ്റ്റേ ആൻഡ് ഫുഡെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ വിഷയമല്ല. ഇനി ഇതെല്ലാം പണിയെല്ലാം കഴിഞ്ഞിട്ട് കാണാം. ഇത് മെയിനായിട്ട് ചെയ്യുന്നത് മേഘും കൂടി ആണ്. കാരണം മേഘ് വീഡിയോ ചെയ്യാനായിട്ട് ലൈറ്റ് റൂമിൽ കുറവാണ്. അപ്പോൾ സെപ്പറേറ്റ് ലൈറ്റൊക്കെ എടുത്ത് വയ്ക്കുക, അവർക്ക് ഭയങ്കര പാട്. പിന്നെ കൊച്ചും കൂടി ഉള്ളതുകൊണ്ട് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കാണാം. അപ്പോൾ ഞാനും പോകുന്ന ഒരാഴ്ച, നീ പോകുന്നു ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വരുമ്പോ വേറെ റൂമായിരിക്കുന്നതും മനസ്സിലാവൂല. സോ ഇനി ഇവരെല്ലാം ഉണ്ടാക്കണം ഗൈസ്. ഇതിന്റെ അപ്ഡേഷനായിട്ട് അടുത്ത് വരും. പക്ഷെ അതിനി അടുത്ത വീഡിയോ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്രിക്കറ്റ് മാച്ചിന്റെ ആയിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ഇതിന്റെ വീഡിയോ ബാക്കി വരുന്നത്. അപ്പോൾ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസ് എത്ര രൂപയായി, എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോ വരെ. ബൈ ഗൈസ്, ലവ് യു.